ബക്കറ എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. അയ്യപ്പന്മാരും മദാമ്മമാരും സൂര്യ കമോൺ പടക്കല്ലടാ. പിടി അവനെ തന്നെ പിടി അവനെ തന്നെ. കൊതുതിരി കത്തിക്ക്. ആര് വന്നത്? എന്തോറ്റി? ഞാൻ ഉച്ചക്ക് വരും. തോന്നുന്നു നമ്മളത് മീൻ പിടിച്ചോണ്ട് വന്നിട്ട് മീൻ വൃത്തിയാക്കുവാണ് ഗൈസ്. മച്ചമാരെ അപ്പം നമ്മള് മീനാണ് ലാസ്റ്റ് വലുതിനെടുക്കും. ഇത് 4 ഇട്ടുള്ളായിരുന്നു ചെറുത്. 5 കിട്ടി. ഒരെണ്ണം ചാടിപ്പോയി. ചന്ത പിടിച്ച അവസാനത്തെ ബിഗ് ഫിഷിനെ നമ്മൾ വൃത്തിയാക്കുവാണ് ഗൈസ്. ഉള്ളത് ഏറ്റവും ബിഗ് ആദ്യം കിട്ടിയത്. അതെന്തിനും വല്ലാത്ത ബിഗ് പിടിച്ച. ചന്തു അറിഞ്ഞ പോലും ഇല്ല ചൂണ്ടയും കൊണ്ടൊരു പോക്ക് മീൻ അന്നേരം വലിച്ചു കയറ്റി. നിങ്ങൾക്കറിയാമോ ഇതെന്താ സാധനം? മീനിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയതാ ഗൈസ്. എന്താണ് സാധനം? മഞ്ഞപ്പൊടി കുറച്ചുകൂടി മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞ് സോഡാപ്പൊടി മല്ലിപ്പൊടി, ആകെ 5 ഉള്ളു. മല്ലിപ്പൊടി, ഗരം മസാല. അതൊന്നും വേണ്ട, നമുക്കതൊന്നും വേണ്ട. ഗരം മസാല കുറച്ച് ഗരം മസാല. എന്താണ് ഉപ്പില്ലേ? എടുക്കടേ. മതി ഉപ്പ് കുറച്ച് മതി. കുറച്ച് വിളിച്ചു ഉപ്പ് തികയത്തിനാണ്. ഉപ്പ് മത്തായി ഇതാ വരുന്നത്. ഗായ്സ് എന്തൊക്കെ കാണിക്കുന്നത് അവര് പോലും അറിഞ്ഞൂടെ ഗായ്സ്. മതി നമ്മൾ അടിച്ചു പോകും ഗായ്സ്. അടുപ്പിലിട്ട് ചട്ടി മസാല തേച്ച് കുറച്ചു നേരം വെച്ചേക്കണം. എവിടെ വെച്ചേക്കേ? ഫ്രിഡ്ജില്. അതിലോട്ട് ഇട്ടങ്ങോട്ട് അതിലോട്ട് ഇട്ട് ശരിയാവും. മസാല അകത്ത് തേര്. ഓക്കെ മതി. എന്റെ പൊന്നോ, ഇത് എരിഞ്ഞത് ഉപ്പാട് വരും. ഉപ്പ് കൂടുതലാണ്. നിങ്ങൾ ഭയപ്പെടാതെ കുറച്ചു നേരം ഫ്രിഡ്ജ് വെച്ചേക്കണം. എന്തിന്? നീ മസാല പിടിക്കണ്ടേ?
മസാലയൊക്കെ പിടിച്ചോളൂ. ഫിറോസൊക്കെ എന്നത് കണ്ട് അനുകരിക്കരുത്. നമ്മൾ ഫിറോസിക്കയുടെ ചെറിയ ശിഷ്യന്മാരാണ്. നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളും നമുക്ക് വിലപ്പെട്ടതാണ്. മണിക്കൂറായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. മതി കടുകുണ്ട്. കടു എന്തിന് സാമ്പാർ ആ മണം അടിച്ച് നമ്മളെ ജിമ്മി താണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മണം അടിച്ചിട്ട് ഗൈസ് തീ അണച്ചിട്ട് ഞാൻ വിചാരിച്ചത് കൂട്ടുന്നതാണ്. തീ അണച്ചിട്ടാണ് ഗൈസ് ഇത്ര നേരം കുക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ കത്തി മേലെ ടോപ്പായിരുന്നില്ലേ ഗൈസ്? അത് മേലെ ടോപ്പായിരുന്നു കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ. ഗൈസ് ഇതെന്തിനാ ഇട്ടത് എനിക്ക് അറിഞ്ഞൂടാ. മീനിടാൻ പോവാണ്. ഞാൻ മാറിക്കിട്ട് അറിയാപ്പുറമാണ് കേട്ടോ. അറിയാപ്പുറം മസ്റ്റ്. ഗൈസ് മീനിട്ടു. ഇതൊക്കെ മീനാണോന്ന് അറിയത്തില്ല ഗൈസ്. എങ്ങനെ കളർ മാറി. മസാല പിടിച്ചില്ല. മസാലയൊക്കെ പിടിക്കും. അടിച്ച് ഓരോരോ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഗൈസ് പൊട്ടിത്തെറിക്കുന്നു ഗൈസ്. ഗോൾഡ് ഫിഷിനാണ് നമ്മൾ കറി ചെയ്യുന്നത്. ഇത് മറിച്ചിട്ടല്ലേ സാധനം സെറ്റാവുണ്ട്. ആയില്ലേ ഗൈസ്? നല്ല മണം വരുന്നുണ്ട് ഗൈസ്. പൊരിക്കപ്പം 4 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു. ഇപ്പം 4 ഉള്ളൂ. ഒരെണ്ണമായിരുന്നു കരിഞ്ഞ്. 2 വെളുത്തുള്ളി കൊടുത്തിട്ടേക്കാം. മതി. കുറച്ച് കപ്പയും പൊരിച്ച മീനും ഗൈസ്. ഇത് നോക്കുവാണ്. നല്ല ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല ചൂടുണ്ട്. അപ്പുറത്ത് വിളക്ക് എന്ത് ചോദിച്ചു പിച്ചാൻ പറ്റുന്നില്ല. നമ്മൾ വെച്ചോണ്ട് പറയല്ലേ, നല്ല ഉപ്പുണ്ട്. സൂപ്പർ ചീനിയുള്ള വെച്ച ആള് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ വെച്ച മീൻ ആണ് കഴിക്കാൻ പോണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചീനി അടിപൊളിയായിട്ടുണ്ട്. നല്ല ചീനി ഗൈസ്. നല്ല ടേസ്റ്റ്. ചീനി വെളുത്തുള്ളി അടിപൊളി. പക്ഷെ ഉപ്പിച്ച് കൂടി പോയെന്നുള്ളല്ലേ. ചിരിയാ ഗൈസ്. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല 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 ടേസ്റ്റ്. പൊളിച്ചതില്ല. കൊച്ചുമീൻ നന്നായിട്ടുണ്ട് കേട്ടോ. കൊച്ചുമീനാ നല്ലത്. വലുതത്ര പോരാ. നമ്മൾ വെച്ചോണ്ട് പറയാമല്ലോ, ചെറിയ മീൻ നല്ല മസാല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ മീൻ.